ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അഭിനവ്. നമ്മൾ മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ് 9 ഫിസിക്സിൽ മലയാളം മീഡിയത്തിൽ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിലൊരു പട്ടികേൻ്റെ വലിയ ഒരു പട്ടികേൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, അത് കുറേ പറയാനുണ്ട്, കുറേ എഴുതാനുണ്ട് എന്നുള്ളത്. ഇനി ആദ്യമായിട്ട് ചാനലിൽ വന്ന ആളുകളാണെങ്കിൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റൊക്കെ ഉപകാരപ്പെടും. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും വേറെ വേറെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ ലെറ്റ്സസ്, അതായത് വിലയിരുത്താൻ വേറെ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വേറെ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി ആണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കട്ടോ. ഇനി നമ്മൾ അവസാനം ചെയ്തു വെച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കട്ടെ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുതലാണ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ട്. ഇതേ കാര്യം തന്നെ ഇംഗ്ലീഷിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പോട്ടെ, സമയം കളയണ്ട. ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള 20 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് വ്യത്യസ്ത അളവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പ്രവേഗം തന്നിരിക്കുന്നു. അപ്പോൾ പ്രവേഗം തന്നിട്ടുണ്ട്. ഓക്കെ. ഓരോ സന്ദർഭത്തിലെയും ആദ്യ മൊമെൻറ്റം, അന്ത്യ മൊമെൻറ്റം, മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്നിവ കണ്ടെത്തുക. ഇതൊക്കെ കണ്ടെത്തണം. എല്ലാം ടേബിളാക്കി പട്ടികയാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, എന്തായാലും ഓരോ സന്ദർഭത്തിലുമുള്ള ഇതിൻ്റെ പ്രവേഗം ഇവിടെയുണ്ട്. അതായത് എഫ് ബലം കൊടുക്കുമ്പോഴുള്ള പ്രവേഗം ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യ മൊമെൻറ്റം തന്നിട്ടുണ്ട്. അതുപോലെ അന്ത്യ മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഒന്നാമത്തിൽ എല്ലാം തന്നിട്ടുണ്ട്. രണ്ടാമത്തെ മുതൽ ഇങ്ങോട്ടുള്ള താഴോട്ടുള്ളത് കണ്ടുപിടിക്കണം. മൊമെൻ്റ് വ്യത്യാസം കണ്ടുപിടിക്കുന്നത് അറിയാം. നോക്കാം എങ്ങനെയാണെന്നുള്ള പറയാം. മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് അത്രയാണ് പട്ടികയിൽ വരുന്നത്. ഇനി നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ വസ്തുവിൻ്റെ മാസ് വരുന്നത് 20 കിലോഗ്രാം. വസ്തുവിൻ്റെ എഫ് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ലഭിച്ച പ്രവേഗം അവർ പറയുന്നത്, ഒന്നാമത്തെ കള്ളിയിൽ പറയുന്നത് 30 എന്നാണ്, 30 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആദ്യ മൊമെൻറ്റം എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 30 ആണെങ്കിൽ നമ്മൾ പഠിച്ച മാസ്, ആദ്യ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഗുണിക്കണം ആദ്യ പ്രവേഗം, അതായത് എം ഗുണിക്കണം യു ആണ് ആദ്യ പ്രവേഗം. ഇവിടെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തു അല്ലേ, നിശ്ചലാവസ്ഥയിലുള്ള വസ്തു ആകുമ്പോൾ യു എപ്പോഴും 0 ആയിരിക്കും, യു 0 അപ്പോൾ ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് പി സമം എം വി എന്ന പഠിച്ച് വെച്ച് നോക്കുക. പി സമം എം വി അല്ലെങ്കിൽ എം യു. ഇവിടെ ആദ്യ മൊമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ പറയും പി സമം എം യു. നിശ്ചലാവസ്ഥയിൽ ആയതുകൊണ്ട്, വസ്തു നിശ്ചലാവസ്ഥയിൽ ആയതുകൊണ്ട് നമുക്ക് പറയാം യു സമം 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രവേഗം ഉറപ്പായിട്ടും 0 ആയിരിക്കും. യു 0 ആണെങ്കിൽ പി സമം എം ഗുണിക്കണം 0 എന്ന് വരും. എമ്മിനെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ് വരിക. അതായത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ മൊമെൻറ്റം, പി എന്ന് പറഞ്ഞ മൊമെൻ്റ് ആണ്, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ മൊമെൻറ്റം 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ 0 വന്ന് കിടക്കുന്നത്. ഇനി നോക്കിക്കോ, എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ തന്നെ ഫില്ല് ചെയ്തങ്ങ് പോവാം. നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന ബലം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മൊമെൻറ്റം കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ യു 0 ആയതുകൊണ്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോഴുള്ള ആദ്യ മൊമെൻറ്റം എപ്പോഴും 0 ആയിരിക്കും. ഒന്നാമത്തെ കണ്ടീഷനിൽ 0 ആയിരിക്കും, രണ്ടാമത്തെ കണ്ടീഷനിൽ 0 ആയിരിക്കും, മൂന്നാമത്തെ കണ്ടീഷനും 0 ആയിരിക്കും. അപ്പോൾ അത്രയും ഭാഗം കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അന്ത്യ മൊമെൻറ്റം ഇവിടെ കണ്ടുപിടിക്കണം. അന്ത്യ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എം വി ആണ്. അന്ത്യ മൊമെൻറ്റം എം വി ആണ്. എം എപ്പോഴും 20 തന്നെയാണ്, വിക്കാണ് മാറ്റം വരുന്നത്. ഒന്നാമത്തെ കള്ളിയിൽ വി പറയുന്നത് 30 എന്ന, അപ്പോൾ 20നെ 30 കൊണ്ട് ഗുണിക്കണം. 20 ഗുണിക്കണം 30 എന്ന് പറഞ്ഞാൽ 600 ആണ്. 600. ഇനി മൊമെൻ്റ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യ മൊമെൻറ്റം കുറയ്ക്കുന്നതാണ് മൊമെൻ്റ് വ്യത്യാസം. അന്ത്യ മൊമെൻറ്റം 600ഉം ആദ്യ മൊമെൻറ്റം 0ആണ്. അതുകൊണ്ട് 600ൽ നിന്ന് 0 കുറയ്ക്കുന്നു. 600ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ കിട്ടും 600 തന്നെ. 600ൽ നിന്ന് 0 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കുറയ്ക്കണ്ട. ശരി, ഇനി അടുത്ത ഭാഗം നോക്ക്. F/2 ബലം പ്രയോഗിച്ചപ്പോൾ അതിനെന്ത് വ്യത്യാസമാണ് വന്നത്? ആദ്യ മൊമെൻറ്റത്തിൽ വ്യത്യാസമൊന്നുമില്ല. എം യു 0 ആയതുകൊണ്ട് എം യു 0. അപ്പോൾ ഇനി നെക്സ്റ്റ് അന്ത്യ മൊമെൻറ്റം കണ്ടുപിടിക്കണം. അന്ത്യ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ വീണ്ടും എം വി തന്നെയാണ്. എം എന്ന് പറഞ്ഞാൽ 20 ഗുണിക്കണം. ഇവിടുത്തെ വി പറയുന്നത് 15. അപ്പോൾ 20നെ 15 കൊണ്ട് ഗുണിച്ചാൽ 15ൻ്റെ ഇരട്ടി എടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ 300 എന്ന് വരും. 300. ഇനി മൊമെൻ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ
അന്ത്യ മൊമെൻറ്റത്തിൽ നിന്ന് ആദ്യ മൊമെൻറ്റം കുറയ്ക്കുക. ഇതാണ് അന്ത്യ മൊമെൻറ്റം, ഇതാണ് ആദ്യ മൊമെൻറ്റം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 300 - 0 = 300 എന്ന് കിട്ടും. ഇനി മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കിട്ടിയ മൊമെൻ്റ് വ്യത്യാസത്തിന് സമയം കൊണ്ട് ഹരിച്ചാൽ മതി. സമയം 5 സെക്കൻഡാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 300 ഹരിക്കണം 5 ചെയ്യുക. 300 ഹരിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക 6 5 ആണ് 30. അപ്പോൾ 60 എന്ന് ആൻസർ കിട്ടും. 60. ഇവിടെ ആവശ്യമില്ലാത്ത സാധനം ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. ഒരുപാട് സാധനം ഉണ്ട് ആവശ്യമില്ലാത്തല്ലേ. ശരി, ഇനി അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ 2F ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രവേഗം 60 എന്ന് പറയുന്നു. ആദ്യ മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് mu, അത് 0 മാറ്റമൊന്നുമില്ല. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിനെ അന്ത്യപ്രവേഗം കൊണ്ട് ഗുണിച്ചതാണ്. അതായത് മാസായ 20നെ അന്ത്യപ്രവേഗമായിട്ടുള്ള 60 കൊണ്ട് ഗുണിക്കുക. 20നെ 60 കൊണ്ട് ഗുണിച്ചാൽ 6 2 12 2 0 1200 എന്ന് വരും. ഇനി മൊമെൻ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1200 നിന്ന് 0 കുറയ്ക്കുക. അതായത് 1200 തന്നെ, 1200. ഇനി മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്കാണെങ്കിലോ, മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ 1200 ഇവിടെ എഴുതിയാൽ കൊള്ളൂല, ഇപ്പുറത്തേക്കൊന്ന് മാറ്റി എഴുതട്ടെ. 1200നെ എന്ത് ചെയ്താൽ മതി? സമയം കൊണ്ട് 5 സെക്കൻഡാണ് സമയം, 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യുക? 12ൽ എത്ര 5 ഉണ്ട് നോക്കുക. 12ൽ 5ൽ ഒരു 5, 12ൽ എത്ര 5 ഉണ്ടെന്ന് വെച്ചാൽ 2 5 ആണ് 10. 10 കഴിച്ച് ബാക്കി പിന്നെ 2 കൂടെ വേണം. അപ്പോൾ 20. 20ൽ എത്ര 5 എന്ന് വെച്ചാൽ 20ൽ 4 5 ആണ് 20. പിന്നെ 0ൽ 5 ഇല്ല, അതുകൊണ്ട് 240 എന്ന് വരും. സാധാരണ 1200 ഹരിക്കണം 5 എന്ന് തന്നെ ചെയ്താൽ മതി. 240 എന്ന് തന്നെ കിട്ടും കേട്ടോ. 240 എന്ന് ആൻസർ കിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. എന്തെങ്കിലും ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ഫസ്റ്റ് കമൻ്റായിട്ട് തന്നെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ക്ലാസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ മൂന്നും സ്ലൈഡിൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് തന്നെ കൊടുത്താൽ 3 വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 12 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ/സെക്കൻഡ് ത്വരണത്തോടു കൂടി ചലിക്കുന്നെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കുക. ബലമാണ് കണ്ടെത്തുന്നത്. പറയുന്ന സ്പീഡാണെങ്കിൽ നിങ്ങൾക്കറിയാം യൂട്യൂബിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. റെഡി? അപ്പോൾ തന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക എന്നുള്ളതാണ് ഏത് ദിവസം കിട്ടിയാലും ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി. മാസ് ഇവിടെ പറയുന്നുണ്ട്. മാസ് പറയുന്നത് നോക്കൂ, 12 കിലോഗ്രാം എന്നാണ് മാസ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യം ഇവിടെ അങ്ങ് എടുത്തെഴുതുകയാണ്. മാസ് m = 12 കിലോഗ്രാം. പിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ വസ്തു 4 മീറ്റർ/സെക്കൻഡ്² ത്വരണത്തോടുകൂടി ചലിക്കുന്നു. വസ്തുവിൻ്റെ ത്വരണം അവർ പറയുന്നു 4 മീറ്റർ/സെക്കൻഡ്². അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രയോഗിച്ച ബലം കണ്ടെത്താൻ എഫ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കുക, എമ്മും എയും എഫും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കിയാൽ മതി. സമവാക്യം ഉണ്ടോ? എമ്മും എയും എഫും കണക്ട് ചെയ്യുന്ന ഒറ്റ സമവാക്യം പഠിച്ചിട്ടുള്ളൂ, എഫ് സമം എം എ. ഇനി എം 12 ആണെന്ന് തന്നിട്ടുണ്ട്. എ ഇവിടെ തന്നിട്ടുണ്ട് 4 ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 12നെ 4 കൊണ്ട് ഗുണിക്കുക. 4 2 8, ഒരു 4 48 ന്യൂട്ടൺ എന്ന് വരും. യൂണിറ്റ് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോഴ്സ് ബലമാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ന്യൂട്ടനാണ് യൂണിറ്റ് ആയിട്ട് വരിക, 48 ന്യൂട്ടൺ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് 48 ന്യൂട്ടൺ എന്ന് വരും. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. ഒന്നും കൂടെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അടിച്ചിട്ട് കേട്ട് നോക്കുക. അത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് അധികം ടൈം അതിൽ കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് ഇവിടെ ഉണ്ടാകുന്ന ത്വരണം എത്ര? നേരത്തെ ചോദ്യത്തിൽ നിന്ന് ലേശം ഒരു വ്യത്യാസമുള്ള ചോദ്യം, പക്ഷേ സിമ്പിളാണ്. തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി നോക്കാം. 20 കിലോഗ്രാം മാസുള്ള വസ്തുവാണ് 40 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ മാസ് വരുന്നത് 20 കിലോഗ്രാം. വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് എവിടെ? 40 ന്യൂട്ടൺ. 40 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ ആക്സിലറേഷൻ ത്വരണം എത്രയാണെന്നുള്ളത് ചോദിച്ചത്.
ഇവിടെ നോക്കുകയാണെങ്കിൽ തന്ന കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന സാധനവും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കുക. എഫും എമ്മും എയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആകെ നമ്മൾ പഠിച്ചത് അത് എഫ് സമം എം എ. കണ്ടുപിടിക്കേണ്ടത് എ അല്ലേ. അപ്പോൾ തന്ന സമവാക്യത്തിൽ കിട്ടിയ വില മൊത്തം ഇട്ട് കൊടുക്കുക. എഫ് 400 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫിൻ്റെ നേരെ എഴുതുന്നു 400 സമം എം 20 എന്ന് തന്നിട്ടുണ്ട്. എമ്മിനെ നേരെ എഴുതുന്നു 20 ഗുണിക്കണം എ. ഇനി എന്ത് ചെയ്യുക? അറിഞ്ഞൂടാത്ത ഈ എനെ അനക്കാണ്ട് അവിടെ തന്നെ വെച്ചേക്ക്. സമത്തിൻ്റെ വലത്ത് സൈഡ് തന്നെ കിടക്കട്ടെ. ബാക്കിയുള്ള ആളുകളെല്ലാം ഇടത്തോട്ട് കൊണ്ടുവരാം. ഇടത്തെ സൈഡിൽ നിലവിൽ 400 ഇനി ഈ ഗുണിക്കണം 20 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 20 എന്ന് വരും. ഹരിക്കണം 20 സമം ഇവിടെ നമ്മൾ അനക്കാണ്ട് വെച്ച എ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൊത്തം സംഗതി മാറിയിട്ട് 400/20 സമം എ എന്ന് കിട്ടും. ഒന്ന് തിരിച്ചെഴുതുന്നു. എ സമം 400/20. ഇനി താഴെയും മേലെയും ഓരോ 0 ഉണ്ട്, കട്ട് ചെയ്യാം. 20/2 എന്ന് വരും. 40/2 എന്ന് വരും. 40ൻ്റെ പകുതി എന്നാണ് എൻ്റെ മീനിങ്. 40ൻ്റെ പകുതി നമുക്കറിയാം അതാ 20 കണ്ടുപിടിച്ചത് ത്വരണമാണ്. അതുകൊണ്ട് ഇവിടെ m/s² ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക. പറയുന്നതിന് കുറച്ച് സ്പീഡ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്പീഡ് കുറച്ചാൽ മതി. അതിലുണ്ടല്ലോ യൂട്യൂബിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ശരി, 20 m/s² എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് മായ്ച്ചിട്ട് അടുത്ത നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആൻസറിൻ്റെ അകത്ത് ഉള്ള ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഓരോ ഭാഗത്തും ഈ യൂണിറ്റ് ഇങ്ങനെ എഴുതി പോകുന്നത്. ഇതിൽ എന്നാലും കുഴപ്പമില്ല. ടെക്സ്റ്റിൽ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ആൻസറിൻ്റെ കൂടെ ഓരോ നമ്പർ എഴുതുമ്പോൾ യൂണിറ്റ് ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. പോട്ടെ, ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഇത് കഴിഞ്ഞു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1000 കിലോഗ്രാം മാസുള്ള ഒരു വാഹനം 90 km/h ശ്രദ്ധിക്കുക, 90 km/h പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. 5 സെക്കൻഡ് സമയത്തേക്ക് ബ്രേക്ക് പ്രയോഗിച്ചപ്പോൾ വാഹനം നിശ്ചലമായി എങ്കിൽ വാഹനത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബലം എത്ര എന്നുള്ളതാണ് ചോദ്യം. കണ്ടുപിടിക്കേണ്ടത് ബലം ആണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളത് തന്നെയാണ്. തന്ന കാര്യങ്ങൾ നോക്കൂ, 1000 വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നു. അത് ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവേഗം, അതായത് അതിൻ്റെ ആദ്യ പ്രവേഗം 90 km/h. 90 km/h എന്ന് പറഞ്ഞാൽ ആ km/h വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്രോബ്ലം കണക്ക് ചെയ്യൂല. കാരണം പ്രവേഗത്തിൻ്റെ SI യൂണിറ്റ് അത് m/s. അപ്പോൾ മാറ്റണം. km/h m/s മാറ്റണം. km/h m/s മാറ്റാൻ ചെയ്യേണ്ട പരിപാടി 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് വേണമെങ്കിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും മതി. രണ്ടാമത്തെ ചാപ്റ്ററിൽ അത് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ള. ഇപ്പോൾ ഇത് പഠിച്ചേക്കാം. എവിടെയെങ്കിലും എഴുതി വെച്ചോ. km/h m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. റെഡി? അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് 90നെയാണ്. 90നെ 5/18 കൊണ്ട് ഗുണിക്കുക. ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 25 എന്ന് ആൻസർ കിട്ടും. ഇനി അന്ത്യപ്രവേഗം 0 പറയുന്നത്. അതെങ്ങനെയാണ് 0 കിട്ടിയെന്നറിയോ? ഇവിടെ വസ്തു കുറേ സമയം സഞ്ചരിച്ച് 5 സെക്കൻഡ് സമയം ബ്രേക്ക് പ്രയോഗിച്ചതിന് ശേഷം അത് എന്തായിട്ടുണ്ട്? നിശ്ചലമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവേഗം 0 ആവുക. അതുകൊണ്ടാണ് ഈ അന്ത്യപ്രവേഗം 0 എന്ന് എടുത്തിട്ടുള്ളത്. മാസ് 1000 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ സമയം ഉണ്ട് കേട്ടോ. സമയം ഇതിനിടയിൽ കൂടി എഴുതി കൊടുക്കുക. t = 5 സെക്കൻഡ് എന്നവർ പറയുന്നുണ്ട്. പിന്നെ നോക്കിക്കോ, കണ്ടുപിടിക്കേണ്ടത് ബലം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബലത്തിൻ്റെ സമവാക്യം ചെയ്ത F = ma. ഇനി ഇവിടെ F = ma. റെഡി? m നമ്മുടെ കയ്യിലുണ്ട്, a നമ്മുടെ കയ്യിലില്ല. പക്ഷേ a = v - u/t എന്നുള്ള സമവാക്യം നമ്മൾ പഠിച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്യാം? എക്ക് പകരം v - u/t എഴുതാം. അങ്ങനെയാണ് ഈ ആളിവിടെ കയറി വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എമ്മിൻ്റെ വില 1000 എന്ന് നമുക്കറിയാം. വിൻ്റെ വില 0 ആണ്. ഇനി യുവിൻ്റെ വില 25 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 25 ബൈ മൊത്തം ഹരിക്കണം 5 സെക്കൻഡ് സമയമല്ലേ, അതുകൊണ്ട് 5. അത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം -5000 ന്യൂട്ടൺ എന്നാണ് വരിക. മൈനസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. മൈനസ് വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ പ്രവേഗം കുറഞ്ഞുകൊണ്ടേയിരിക്കാം. ആദ്യം 90 km/h പോയ വാഹനം ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അതിൻ്റെ പ്രവേഗം കുറഞ്ഞ്
പൂജ്യത്തിലായി, അത് നിശ്ചലമായി. അപ്പോൾ പ്രവേഗം കുറഞ്ഞു വരുന്നത് നെഗറ്റീവായിരിക്കും. അതിനെ മന്ദീകരണം എന്നല്ല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം വീണ്ടും ആൻസർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം. 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 18 മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു. 10 കിലോഗ്രാമാണ് മാസ്. അതിൻ്റെ പ്രവേഗം ആദ്യ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് അന്ത്യപ്രവേഗം 18 മാറുന്നു. അതിനെടുത്ത സമയം നോക്കുകയാണെങ്കിൽ 4 സെക്കൻഡാണ്. 4 സെക്കൻഡ് സമയമാണ് അതിനെടുത്തിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എത്ര എന്ന് ചോദിച്ചിരിക്കും. മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് തൽക്കാലം ഞാൻ ഇത് വെച്ച് പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതി വെക്കാം. 10 കിലോഗ്രാമാണ് മാസ് സമം 10 കിലോഗ്രാം. ആദ്യ പ്രവേഗം അവർ പറയുന്നു 6 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യ പ്രവേഗം 6 മീറ്റർ പെർ സെക്കൻഡ്. ശേഷം അന്ത്യപ്രവേഗം പറയുന്നത് 18 മീറ്റർ പെർ സെക്കൻഡ്. 18 മീറ്റർ പെർ സെക്കൻഡ്. അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നോക്കുക, മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത്. മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് സമം ഈ ഒരു സമവാക്യം അവിടെ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക. m × v-u/t അല്ലെങ്കിൽ mv-mu/t. m × v ഏതായാലും കുഴപ്പമില്ല. m × v-u/t. മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് സമം m × v-u/t. എടാ നോക്ക്, ഈ m × v-u/t എന്ന് പറഞ്ഞാൽ v-u/tനെ നമ്മൾ a എന്ന് വിളിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് MA തന്നെയാണ്. എടാ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് ബലത്തിൻ്റെ സമവാക്യം തന്നെയാണ്. ബലം തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ബലത്തിനെ തന്നെ നമുക്ക് മൊമെൻ്റ് വ്യത്യാസത്തിന് നിരക്കായിട്ട് പറയാം എന്ന് ന്യൂട്ടൺ രണ്ടാമത്തെ ചലന നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പോട്ടെ, M 10 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, V 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, U 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ T 4 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും തന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ മേലെ നോക്കുകയാണെങ്കിൽ 10 ഗുണിക്കണം 18 -6/4. 18 ന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 18 ന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 18 ന്ന് 6 കുറച്ചാൽ നോക്കുക, അത് 12 എന്ന ആൻസർ വരും. അപ്പോൾ 10 ഗുണിക്കണം 12/4. മേലെ താഴെയും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. താഴെ ഒരു 4 ഉണ്ട്, ഒരു 4 4. 12ൽ 3 4 12. 10 ഗുണിക്കണം 3 എന്ന് വരും. 10 ഗുണിക്കണം 3 എടാ അത് 30. ഇനി മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് 30 ആണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇവിടെ പ്രയോഗിച്ച ബലം എത്ര എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബലം തന്നെയാണ്, ബലവും മൊമെൻ്റ് വ്യത്യാസവും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്ന് കിട്ടിയതാണ്. മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് ബലത്തിന് പ്രയോഗിച്ച ബലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് 30 ആണെങ്കിൽ ബലവും 30 ന്യൂട്ടൺ തന്നെയായിരിക്കും. ഇനി അടുത്ത ചോദ്യം ത്വരണം എത്രയാണെന്നുള്ളതാണ്. എഫ് സമം അത് ഈ ആയിപ്പോൾ അല്ലേ, എഫ് സമം MA ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A സമം F/m എന്ന് എഴുതാം. തിരിച്ചെഴുതിയതാ, എമ്മിനെ ഗുണിക്കണം, എമ്മിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഹരിക്കണം MI. അതാണ് ഇവിടെ എഴുതി വെച്ചത്. A സമം F/m. എഫ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 30/m. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10. അപ്പോൾ 30/10 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 30/10 ചെയ്യുമ്പോൾ താഴെയുള്ള ഒരു 0 കട്ടിയാൽ മേലുള്ള ഒരു 0 കട്ടിയാൽ 3/1 എന്ന് വരും. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മായ്ച്ചുകളെന്ന്. ഇനി ലാസ്റ്റ് ചോദ്യം 6 സെക്കൻഡ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 6 സെക്കൻഡ് സമയത്തേക്ക് ഈ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിട്ട് മാറും? അപ്പോൾ ഇവിടെ സമയം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താ? പ്രവേഗം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് V സമം U + AT എന്ന് പഠിച്ചിട്ടുണ്ട്. ആ സമവാക്യമാണ്, അന്ത്യപ്രവേഗത്തിൻ്റെ സമവാക്യമാണ് ഇവിടെ കാണുന്നത്. ഇനി U നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതാണ് U. IR ആണ് ഇവിടെ വന്ന് കിടക്കുന്നത്. 6 + U + AT അല്ലേ. അപ്പോൾ 6 + A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് എന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഗുണിക്കണം T എത്രയാണ് പറയുന്നത്? എടാ T എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. T വരുന്നത് 6 സെക്കൻഡ് സമയമാണ്. 6 സെക്കൻഡ്. അപ്പോൾ ഗുണിക്കണം 6. ഇതൊരു ബ്രാക്കറ്റിൻ്റെ അത് ഇട്ട് വെച്ചാൽ നല്ല. ഇനി 6 + 3 18. 6 + 18 എന്ന് പറഞ്ഞാൽ 24 എന്ന് വരും. നോക്കുക, കറക്റ്റാണ്, 24 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്,
ബാക്കി ഇങ്ങോട്ടൊക്കെ ഉണ്ട്. തൽക്കാലം ഇതെന്തായാലും ഇന്ന് പറഞ്ഞാൽ തരും, ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തൽക്കാലം അതവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോവാം. 7 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് കൂടെ തന്നെ എഴുതി പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. മാസ് അവർ പറയുന്നു 7 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഷോട്ട് പുട്ടിന് ഇങ്ങനെ എടുത്തെറിയുന്ന ഒരു ഉണ്ട പോലത്തെ സാധനമില്ല ഇരുമ്പിൻ്റെ, അതിനെ വിളിക്കുന്ന പേരാണ് ഷോട്ട്. അപ്പോൾ 7 കിലോ ഉള്ള ഒരു ഷോട്ട് ഉണ്ട്. ഇത് നിരപ്പായ ഒരു മൈതാനത്തിൽ കൂടി നിലത്തുകൂടെ ഉരുണ്ടു പോകുന്നതിൻ്റെ പ്രവേഗം പറയുന്നത് 2 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെയാണ് അത് ഉരുണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 2 മീറ്റർ/സെക്കൻഡാണ്. ഇനി അതിനങ്ങനെ ഉരുട്ടി വിട്ടപ്പോൾ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് നിശ്ചലമായി. അതായത് t = 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് നിശ്ചലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേഗം 0 മാറി, v = 0 മീറ്റർ/സെക്കൻഡായി മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം ഏത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഇവിടെ ഈ ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം നമ്മൾ 8ാം ക്ലാസ് പഠിച്ചതാണ്. അതിൻ്റെ പേര് ഘർഷണ ബലം. വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ ചലനത്തെ എതിർക്കുന്ന രീതിയിലുള്ള ബലം, അതിനെ നമ്മൾ വിളിച്ചത് ഘർഷണ ബലം. ശ്രദ്ധിക്കണേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഘർഷണ ബലം. അതിന് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബലത്തിൻ്റെ അളവ് കണ്ടെത്തുക എന്നുള്ളതാണ്. ബലം കണ്ടുപിടിക്കാൻ F = വീണ്ടും ma. ഇവിടെ തന്നിട്ടില്ല, അപ്പോൾ m ഗുണിക്കണം എക്ക് പകരം നമ്മൾ v - u/t എന്ന് എഴുതും. v - u/t. m നമുക്കറിയാം 7 ഗുണിക്കണം v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക 0 - 2/t അവർ പറയുന്നത് 5. ഇനി ഇവിടെ കൊള്ളുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും കൊള്ളിക്കാം. ഇനി നോക്കിക്കോ, 7 ഗുണിക്കണം 0 നിന്ന് 2 കുറച്ചാൽ -2 എന്ന് വരും /5. അതായത് 7നെ -2 കൊണ്ട് ഗുണിച്ചാൽ -14/5. ഇത് എഴുതിയിട്ട് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഇത്രയും ന്യൂട്ടൺ, അല്ലെങ്കിൽ 14 5 കൊണ്ട് ഹരിക്കുക. 14നെ 5 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയോതാ. 2 5 10 ബാക്കി 4 എന്ന് വരും. അപ്പോൾ 5 2/4, അല്ലെങ്കിൽ ഇതിനെ വീണ്ടും മാറ്റിയിട്ട് 2. ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ 40 എന്ന് വരും. 2.8 എന്നും എഴുതാം. ഒന്നെങ്കിൽ -14/5 അല്ലെങ്കിൽ -2.8 എന്ന് എഴുതാം. മൈനസ് ഉണ്ടാവേ, രണ്ടിനും മൈനസ് ഉണ്ടാവും. -2.8 എന്ന് എഴുതാം. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്തായാലും ഇത് പെട്ടെന്ന് തീരില്ല. അതിനുശേഷം ഇങ്ങോട്ടും ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3ാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് രണ്ടും കൂടെ വെച്ചിട്ട് ഈ ഒരു 2 ക്വസ്റ്റ്യനും പിന്നെ ഈ ഒരു വലിയ ക്വസ്റ്റ്യനും ചേർത്തിട്ട് അടുത്ത ഒരു 3ാമത്തെ പാർട്ടോട് കൂടി നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് പരിപാടി തീരും. അതിനുശേഷം നമ്മൾ വിലയിരുത്താമിലേക്ക് പോകും. അത് അടുത്ത പ്ലേലിസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് ഇട്ട വീഡിയോ ആണ്. റെഡി ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, സംഗതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.